മലപ്പുറം ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് ഡിവിഷൻ വിഭജനവും അതിർത്തി നിർണയവും സംബന്ധിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമായ എ ഷാജഹാന്റെ നേതൃത്വത്തിൽ ഹിയറിംഗ് ആരംഭിച്ചു. സിവിൽ സ്റ്റേഷനിലെ ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ 2 ദിവസങ്ങളിലായാണ് ഹിയറിംഗ് നടക്കുന്നത്. ആദ്യ ദിവസമായ ബുധനാഴ്ച രാവിലെ 9-ന് ആരംഭിച്ച ഹിയറിംഗ് രാത്രി വരെ നീണ്ടു. 1484 പരാതികൾ ഷെഡ്യൂൾ ചെയ്തതിൽ ഹാജരായ മുഴുവൻ പരാതിക്കാരെയും കമ്മീഷൻ നേരിൽ കേട്ടു. കൊണ്ടോട്ടി, കുറ്റിപ്പുറം, മങ്കട, അരീക്കോട്, കാളികാവ്, നിലമ്പൂർ, പെരുമ്പടപ്പ്, പൊന്നാനി ബ്ലോക്കുകളിലെ മുഴുവൻ പഞ്ചായത്തുകളിലെയും തിരുനാവായ പഞ്ചായത്തിലെയും കൊണ്ടോട്ടി, നിലമ്പൂർ, മഞ്ചേരി, കോട്ടയ്ക്കൽ നഗരസഭകളിലെയും പരാതികളാണ് ആദ്യ ദിവസം പരിഗണിച്ചത്. സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന് നേരിട്ടും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ മുഖേനയും സ്വീകരിച്ച പരാതികളാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നേരിൽ കേട്ടത്. ഇന്ന് മലപ്പുറം, താനൂർ ബ്ലോക്കുകളിലെ പഞ്ചായത്തുകൾ, മലപ്പുറം, താനൂർ നഗരസഭകൾ, രാവിലെ 11-ന് പെരിന്തൽമണ്ണ, തിരൂർ ബ്ലോക്കുകളിലെ പഞ്ചായത്തുകൾ, പെരിന്തൽമണ്ണ, തിരൂർ നഗരസഭകൾ, ഉച്ചയ്ക്ക് ശേഷം 2-ന് തിരൂരങ്ങാടി, വേങ്ങര, വണ്ടൂർ ബ്ലോക്കുകളിലെ പഞ്ചായത്തുകൾ, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി നഗരസഭകൾ എന്നിവിടങ്ങളിലെയും പരാതികളാണ് ഹിയറിംഗ് നടന്നത്. 2 ദിവസങ്ങളിലായി ആകെ 2840 പരാതികളാണ് കമ്മീഷന്റെ പരിഗണനയിലുള്ളത്. ജില്ലാ കളക്ടർ വി ആർ വിനോദ്, അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ സെക്രട്ടറി എസ് ജോസ്നമോൾ, ADM NM മെഹ്റലി, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ PM സുനീറ, ഡീലിമിറ്റേഷൻ കമ്മീഷൻ ജില്ലാ ഇലക്ഷൻ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.